ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത് നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷമായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. രാഹുലെ വാ വാ വാ. നിതിൻ സേവ്യർ. നിതിൻ, ദിലീപ് മടങ്ങിയോ കോടതി പരിസരത്ത് നിന്ന്? ഓഫീസിലേക്കാണ് വന്നത്. ഓഫീസിൽ ഒരു 10 മിനിറ്റോളം ചിലവഴിച്ച ശേഷമാണ് ഇപ്പോൾ ദിലീപ് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം വാഹനത്തിൽ കയറി മടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ആലുവയിലെ വീട്ടിലേക്കായിരിക്കും അദ്ദേഹം പോകുന്നത്. ഈ രാമപിള്ളയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് മറുപടിയായി ദിലീപ് പറഞ്ഞത് അന്നത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയെയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘവും ഇവർ ചേർന്ന് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. അത് ആരാണെന്ന് ദിലീപിനോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി എന്ന് കൂടി ദിലീപ് പറയുന്നുണ്ട്. അത്തരത്തിലൊരു ആരോപണം കൂടി ഉന്നയിച്ച ശേഷമാണ് ദിലീപ് ഇപ്പോൾ രാമപിള്ളയുടെ ഓഫീസിൽ നിന്നും മടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ രാമപിള്ളയെ കണ്ട ശേഷം ദിലീപ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ മനസ്സിലാക്കിയിടത്തോളം ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപും ഒപ്പം ശരത്തും രാമപിള്ളയുടെ ഓഫീസിലെത്തിയിരുന്നു. രണ്ടുപേരും രാവിലെ വന്ന വാഹനങ്ങളിലല്ല, മറ്റ് 2 വാഹനങ്ങളിലായാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. ഈ രാമപിള്ളയുടെ ഓഫീസിൽ വേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളാണ് അവർ അവിടെ നിന്ന് മടങ്ങുന്നത്. ഏതായാലും ഈ രാമപിള്ളയുടെ ഓഫീസിൽ നിന്ന് ദിലീപ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു ആരോപണം കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന കൂടി ദിലീപ് നടത്തുന്നത്. ദിലീപ് നേരത്തെ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇത്തരത്തിൽ മഞ്ജു വാര്യർക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാമപിള്ളയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ഒരു ആരോപണം, അതായത് ഈ അന്നത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ, അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും ഒപ്പം തന്നെ അവർ തിരഞ്ഞെടുത്ത ഒരു സംഘവും ചേർന്ന് തനിക്കെതിരെ വലിയ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ദിലീപ് പറയുന്നത്. അത് ആരാണെന്ന് ദിലീപിനോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതിയെന്ന് കൂടി ദിലീപ് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ രാമപിള്ളയുടെ വീട്ടിൽ നിന്നും അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. ആലുവയിലെ വീട്ടിലേക്ക് തന്നെയാണ് ദിലീപ് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഷാദ്. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത് നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷമായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എന്താണ് ദിലീപ് ഉന്നം വെക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ്?